തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലുണ്ടായ സംഭവവികാസങ്ങൾ അതാണിപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ പദവി 2020 തെരഞ്ഞെടുപ്പിൽ 3 ഘട്ടമായിട്ട് 3 പാർട്ടികൾക്കാണ് വീതം വെച്ചത്. ഒന്ന്, ആദ്യത്തെ ടൈം 1 വർഷം 2 കൗൺസിലർമാരുള്ള കേരള കോൺഗ്രസിന്, 5 കൗൺസിലർമാരുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 വർഷക്കാലം, അവസാനം വരുന്ന 2 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അങ്ങനെയാണ് വീതം വെച്ചത്. അത് ദൗർഭാഗ്യവശാൽ കേരള കോൺഗ്രസിൽ നിന്നും ഒരാൾ കാലുമാറി, ലീഗിൽ നിന്നും ഒരാൾ കാലുമാറുകയുണ്ടായി. ആ 2 സ്ഥാനാർത്ഥികളും 1 വർഷവും 2 വർഷവും കാലാവധിയുള്ള 2 പേരുടെയും ചെയർമാൻ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. ആ പരാജയപ്പെടലിന് ഉത്തരവാദി കോൺഗ്രസ് അല്ല. അവസാന കൈക്ക് ഞങ്ങൾക്ക് ലഭിക്കേണ്ട 2 വർഷക്കാലം ഇനി ആകെ 16 മാസമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇനി 16 മാസമേ ഉള്ളൂ. ഫലത്തിൽ ഞങ്ങൾക്ക് 8 മാസക്കാലം നഷ്ടമാണ്. 24 മാസം ലഭിക്കേണ്ട ഞങ്ങൾക്ക് ഇനി 16 മാസമേ ഉള്ളൂ. 8 മാസക്കാലം ഞങ്ങൾക്ക് നഷ്ടം വന്നു. ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചു. ജില്ലാ ലീഗിൻ്റെ പ്രസിഡന്റ് ഷുക്കൂർ സാഹിബ് കഴിഞ്ഞ 3 മാസമായി വിദേശ പര്യടനത്തിലാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീമിനെ ആദ്യമൊന്നും ചർച്ചയ്ക്ക് കിട്ടിയില്ല. ചർച്ചയ്ക്ക് വന്നത് അവരുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സിയാദും നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹാരിദുമാണ്. പലവട്ടം ഞങ്ങൾ ചർച്ച ചെയ്തു. കേരള കോൺഗ്രസിനും ചെയർമാൻഷിപ്പ് കുറച്ചു കാലത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. ഞങ്ങൾ KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകനും KPCCയുടെ മുൻ ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസും ഷിബിലി സാഹിബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബും ഞാനുമാണ് അവരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത്. എല്ലാ ചർച്ചയിലും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു. എന്നാൽ ലീഗിനെ സംബന്ധിച്ച് ലീഗിലെ പല നേതാക്കന്മാരും മാറി നിൽക്കുന്ന അവസ്ഥാവിശേഷമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഇനിയിപ്പോൾ 16 മാസം നിൽക്കുന്നതിനിടയിൽ കേരള കോൺഗ്രസിന് വീതം വേണം എന്ന് പറഞ്ഞു. അത് യുക്തിക്കോ സാമാന്യനീതിക്കോ നിരക്കുന്നതല്ല എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം 2 വർഷക്കാലം ലഭിച്ച മുസ്ലിം ലീഗ് ഇതിനകത്ത് വീണ്ടും വീതം വേണം എന്ന് പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നല്ല മുന്നേറ്റത്തിന് ഒരു വിഘാതം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ കുറച്ചു കാലം കൊടുക്കാം എന്ന് സമ്മതിച്ചു. അത് അവരുടെ അവകാശമല്ല, ഞങ്ങളുടെ ഔദാര്യമായിരുന്നു. കാരണം ആദ്യം വീതം വെച്ചത് മുൻ DCC പ്രസിഡന്റ്, മുൻ ഭാരവാഹികളുമാണ്, ഞാനല്ല. അവരോട് പറഞ്ഞിരുന്നത് 5 വർഷത്തിൽ ആദ്യത്തെ 1 വർഷം കേരള കോൺഗ്രസിനും രണ്ടാമത്തെ 2 വർഷക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അവസാനത്തെ കാലം ഞങ്ങൾക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഔദാര്യം എന്ന് പറഞ്ഞത്. ആ ഔദാര്യത്തിന് കയറി അത് എങ്ങനെ വേണമെന്ന് വെച്ച് പിന്നെ ചർച്ച വേണം. ആദ്യം വേണോ രണ്ടാമത് വേണോ? ആദ്യം കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ. 2 വർഷക്കാലം ഞങ്ങൾക്ക് ലഭിക്കാൻ 8 മാസക്കാലം നഷ്ടം വന്നിട്ടും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ അജണ്ട വേറെയായിരുന്നു. MA കരീം എന്ന് പറയുന്ന സാധാരണക്കാരനെ ചെയർമാനാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ വരേണ്യ വർഗത്തിന് താല്പര്യമില്ല എന്നുള്ളത് തൊടുപുഴയുള്ള പത്രപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും 1, 2 എന്ന് കൂട്ടി വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ഉന്നതരായ നേതാക്കന്മാർ മാറി നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം തലേ ദിവസം അവസാനവട്ട ചർച്ച നടക്കുന്ന രാത്രി 10:45. അന്ന് 12 മണിയോടുകൂടി ഷുക്കൂർ വിദേശത്തു നിന്ന് തിരിച്ചെത്തി. ആദ്യമൊന്നും അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തില്ല. അന്ന് ലീഗിനെ പ്രതിനിധീകരിച്ച TM സലീമുണ്ട്, അവരുടെ ജില്ലാ സെക്രട്ടറി സിയാദുണ്ട്, അവരുടെ ട്രഷററുണ്ട്. ഇവരെല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും ഷുക്കൂർ മാറി നിന്നു. 10:45 മണിക്ക് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം എന്നെ 10:45 മണിക്ക് രാത്രി വിളിച്ചു.
രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, CP എന്തായി ചർച്ച? ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇന്ന് പകൽ മുഴുവൻ വിളിച്ചതാണല്ലോ, കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 10:15 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു കാര്യത്തിൽ തീർച്ചയുണ്ടാവണം. അപ്പോൾ എന്താ ഷുക്കൂർ സാറേ ഞാൻ ചോദിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഏറ്റവും നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് എനിക്ക് ഷുക്കൂർ സാർ. ഈരാറ്റുപേട്ടയിൽ ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ പോലും പിണങ്ങേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടില്ല. നല്ല ബന്ധം ഞങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം എന്നും കത്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ്. ആ ഷുക്കൂർ സാർ പറഞ്ഞു, ഞങ്ങൾക്ക് ആദ്യത്തെ ടേമാണ്. ഞാൻ പറഞ്ഞു, സാറേ ഇത് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 1 വർഷക്കാലം കേരള കോൺഗ്രസിനും 2 വർഷക്കാലം മുസ്ലിം ലീഗിനും തന്നതാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് ഞങ്ങളുടെ വോട്ട് മാറിയിട്ടല്ല, നിങ്ങളുടെ ആളുകൾ കാലുമാറിയത് കൊണ്ടാണ്. അവർ ജെസ്സി ജോണിക്ക് വൈസ് ചെയർമാൻഷിപ്പ് ചോദിച്ചു. 6 മാസക്കാലം വേണമെന്ന് പറഞ്ഞു. എൻ്റെ വാർഡ്, എൻ്റെ ഹോം വാർഡ് 9ാം വാർഡിൽ ജെസ്സി ജോണി 3ാമത്തെ പ്രാവശ്യം കൗൺസിലറായതാണ്. അവർക്ക് 6 മാസം വേണമെന്ന് പറഞ്ഞപ്പോൾ അവരത് അതിന് വഴങ്ങിയില്ല. പകരം അഡ്വക്കേറ്റ് ജാഫറിൻ്റെ വൈഫിന് അവർ നീക്കിവെച്ചു. അങ്ങനെ 2 സ്ഥാനങ്ങളിലും പരാജയപ്പെട്ടു. അതിന് കോൺഗ്രസ് ഉത്തരവാദിയല്ല. ഇവിടെ ഇന്നലെ കരീം പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത്. കരീം ഒരു കാര്യം മറന്നുപോയി. BJPയുടെ സഹായം വാങ്ങിയാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് സാന്ദർഭികമായി അന്ന് വിട്ടുപോയത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും അവസാനമായി ഞങ്ങളുടെ ചെയർമാൻ സ്ഥാനാർത്ഥി, ഇത് ഒരു കാര്യമുണ്ട്, ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് എന്നും വർഗീസ് സാർ സ്പെഷ്യൽ ഓഫീസറായി മാറിയതിന് ശേഷം N. ചന്ദ്രൻ പ്രഥമ ചെയർമാനായി വന്നത് മുതൽ ഈ മുനിസിപ്പാലിറ്റി എന്നും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ്. ദൗർഭാഗ്യവശാൽ പലപ്പോഴും അകത്തളങ്ങളിൽ ഉണ്ടായിട്ടുള്ള പടൽപ്പിണക്കങ്ങളും മുന്നണിയുടെ അനാവശ്യമായ സമ്മർദ്ദങ്ങളും, കാരണവന്മാർ പറയും മണ്ണെറിഞ്ഞ് വിത്തിടണമെന്ന്, മണ്ണെറിഞ്ഞ് വിത്തിടാത്തതിൻ്റെ ഫലമാണ്. ഇപ്പോൾ ഈ 9ാം വാർഡിൽ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളുടെ വാർഡിൽ കമ്മ്യൂണലായിട്ടെടുത്താൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ്. സെക്കൻഡ് ഹിന്ദു സമുദായമാണ്. 248 മുസ്ലിം സഹോദരന്മാരാണ് ഞങ്ങളുടെ വാർഡിലുള്ളത്. ലീഗ് സീറ്റ് എടുക്കേണ്ട ഒരാവശ്യവുമില്ല. നേരത്തെ 1.5 മാസം മുൻപ് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ഇതിലുള്ള സജീവിനോട് ബ്ലോക്ക് നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റ്, ലീഗ് നിയോജക പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ലീഗിന് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വേണം എന്ന് പറഞ്ഞു. അവർക്ക് സ്ഥാനാർത്ഥിയില്ല. സ്ഥാനാർത്ഥിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സീറ്റ് എടുക്കുന്നത്? കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി, പഴയകാല മുനിസിപ്പൽ കൗൺസിലർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഞങ്ങളുടെയൊക്കെ ഗുരുവായ ശ്രീ KJ ജോൺ, എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ ജോർജ് ജോൺ, ജില്ലാ ബാങ്കിലെ മാനേജറായി റിട്ടയർ ചെയ്ത ശ്രീ ജോർജ് ജോണിനെ അവർ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്. ഞാനന്ന് ഷുക്കൂർ സാറോട് ചോദിച്ചു, സാറേ നിങ്ങൾ താമസിക്കുന്ന വാർഡിൽ നിങ്ങളുടെ ഒരു നിയോജക സെക്രട്ടറിയെ പിടിച്ചിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാക്കിയാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെ സ്വകാര്യ ദുഃഖം എന്ന് മാത്രം പറഞ്ഞ് ഞാനത് അവിടെ അവസാനിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്നു. ജോർജ് ജോൺ ജയിച്ചു. ഞങ്ങളെല്ലാം ആത്മാർത്ഥമായി പണിയെടുത്തു. ലീഗിലെ ഉന്നതരായ നേതാക്കന്മാർക്ക് എത്ര പേരെ തെരഞ്ഞെടുപ്പിൽ ഭാഗവാക്കായി എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ TJ പീറ്റർ അടക്കം, ശ്രീ ഷിബിലി സാഹിബ് അടക്കം, ശ്രീ സജീവ് അടക്കമുള്ള നേതാക്കന്മാർക്ക് കൃത്യമായിട്ടറിയാം. സീറ്റ് വാങ്ങിക്കുക എന്നുള്ളത് ജയിപ്പിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമല്ല. തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ അവിടെ മുനിസിപ്പാലിറ്റി മുമ്പിലുണ്ടായ വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടവരാണ്. ഞങ്ങളവിടെ തലേ ദിവസം രാത്രി ഷുക്കൂർ പറഞ്ഞത് ഞങ്ങൾക്ക് ആദ്യത്തെ ടൈമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷുക്കൂറിനോട് ഞാൻ പറഞ്ഞു, ഷുക്കൂർ സാറേ ഇന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങൾ KPC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു, പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടു. ഞങ്ങളുടെ ഊഴമാണിത്. 2 വർഷക്കാലം കിട്ടേണ്ട ഊഴം ഞങ്ങൾക്ക് ഇനി 16 മാസമേ ഉള്ളൂ. എന്നാൽ പോലും മുന്നണിയുടെ ഐക്യത്തിനു വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് 6 മാസം തരാം, പക്ഷേ ആദ്യത്തെ ടൈം നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഷുക്കൂർ സാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ആദ്യം തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു സൗഹാർദ്ദ മത്സരമാകാം എന്ന് പറഞ്ഞു. സൗഹാർദ്ദ മത്സരം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ നിഘണ്ടുവിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സൗഹാർദ്ദപരമായ മത്സരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല.
ഇത് ചതിയുടെയും കൊടിയ വഞ്ചനയുടെയും ഫലമാണ്. ഇപ്പോൾ എന്നിട്ട് കോൺഗ്രസിന് മേലാണ് പഴിയാറുന്നത്. എന്തിൻ്റെ പേരിൽ? ആടിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അവൻ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട്, ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും. അടിത്തറയിൽ വിദ്യാർത്ഥിയായി, ചെറുപ്പക്കാരുടെ സംഘടന യൂത്ത് കോൺഗ്രസ്സായി, INTUC ആയി, എല്ലാ മേഖലയിലും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ജില്ലയിൽ കഴിഞ്ഞ 4 ടേമായി കോൺഗ്രസ് MLA-മാരില്ല. പക്ഷേ അതിനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ താറുമാറാക്കാൻ, മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനഃപൂർവ്വം വിദേശത്തിരുന്നു കൊണ്ട് ഷുക്കൂർ കാണിച്ച ആ കൂട്ടുകച്ചവടം അതിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഉത്തര കേരളത്തിൻ്റെ ഉമ്മക്കി കാട്ടി ഇടുക്കിയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്നലെ പത്രസമ്മേളനം ഒരു നടത്തിയിട്ട് പറഞ്ഞു കോൺഗ്രസ് ആണ് കുഴപ്പം. ഇതാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ പത്രക്കാർക്കും ചാനലിലെ സഹപ്രവർത്തകന്മാർക്കും എല്ലാവർക്കും ഈ യാഥാർത്ഥ്യങ്ങൾ അറിവുള്ളതാണ്. ഇതാണ് സത്യാവസ്ഥ. അവർ അതിൽ മനസ്സിലാക്കാതെ അതിൽ വിട്ട അവകാശവാദം ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, MA കരീം എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താല്പര്യമില്ല. മുസ്ലിം ലീഗിലെ വരേണ്യ വർഗത്തിന് അതുണ്ടായിരുന്നുവെങ്കിൽ 6 മാസക്കാലം 2ാമത്തെ ടേം മതി എന്നവർ സമ്മതിക്കുമായിരുന്നു. കരീമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. പൊന്നപ്പനെ പോലെ, നൗഷാദ് പോലുള്ള പല ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വന്നിട്ട് അവരെയെല്ലാം പുറംകാലിനെ തട്ടി തൊഴിച്ച് മാറ്റിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോട് വേണ്ട എന്ന മാന്യമായ ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗ് മാറി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അവർ സ്ഥിരമായി മാറി നിൽക്കട്ടെ. 2025 തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസിന് തീരുമാനം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും. അതിന് ലീഗിൻ്റെ സഹായം വേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആ ഉത്തരവാദിത്തമാണല്ലോ ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്തം കാട്ടിയാണ് പറഞ്ഞത്. ആദ്യത്തെ 1 വർഷം കൊടുത്തു കേരള കോൺഗ്രസ്, 2 വർഷം ലീഗിന് കൊടുത്തു. ഞങ്ങൾക്ക് കിട്ടിയത് 16 മാസമാണ്. പക്ഷേ എന്ന് കരുതി എല്ലാം ത്യജിച്ച് വിട്ടുകൊടുക്കാൻ മാത്രം അത്ര ത്യാഗി വര്യന്മാർ ലീഗിലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പ്രശ്നപരിഹാരം അതിൻ്റെ പോയല്ലോ. ചെയർമാൻഷിപ്പ് പോയി. ഇന്നത് പിന്നെ എന്താ പ്രശ്നപരിഹാരം ഇരിക്കുന്നത്? KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. VT ബൽറാമിനോട് സംസാരിച്ചിട്ടില്ല. ലീഗ് മുന്നണി വിടുന്നു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ മാർക്സിസ്റ്റ് പാർട്ടിക്കല്ലേ വോട്ട് ചെയ്തത്. പിന്നെ സംസാരിക്കേണ്ട കാര്യം എന്താ? അതിപ്പോൾ KPCC നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറില്ല. കിട്ടാത്ത അവരുടെ കൂടെ ഉണ്ടാകുന്ന ജെസി ജോണിയാണ് പോയത്. ഇല്ലല്ല, അങ്ങനെ പങ്കിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ആദ്യത്തെ 1 വർഷം കൊടുത്തതാണല്ലോ. അല്ല, അതൊക്കെ ഇവിടെ നടക്കുന്ന MLA അല്ലേ ഈ സംഭവവികാസങ്ങളൊക്കെ അറിയുന്നുണ്ടാവുമല്ലോ. ഞങ്ങൾ പ്രത്യേകമായി പുള്ളി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ലീഡർഷിപ്പ് പ്രൊഫസർ MJ ജോക്കബ് എല്ലാ ചർച്ചയിലും ഉണ്ടായിരുന്നു. നിയോജക പ്രസിഡന്റ് ജോസി ജേക്കബ് എല്ലാത്തിലും ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിലെ ഏക കൗൺസിലറായ ജോസഫ് ജോൺ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അവരൊക്കെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എൻ്റെ വിശ്വാസം. ചെയർമാനേക്കാൾ വലിയ പോസ്റ്റ് അല്ലല്ലോ വൈസ് ചെയർമാൻ്റെ പോസ്റ്റ്. അവർ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് കൂട്ടുകച്ചവടം നടത്താനുള്ള പരിപാടി അവർ നടത്തിട്ട് വൈസ് ചെയർമാൻ തൂക്കും. ഞങ്ങൾക്ക് ഇത് ചെയർമാൻഷിപ്പ് ആദ്യം കൊടുത്ത സന്ദർഭത്തിൽ വൈസ് ചെയർമാൻ ഞങ്ങൾക്കില്ല. ആദ്യത്തെ 1 വർഷം കൊടുത്തുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. അന്ന് വൈസ് ചെയർമാൻ ഞങ്ങൾക്കല്ല, അത് ലീഗിനാണ്. കോൺഗ്രസ് എന്ത് വലിയ ത്യാഗം ചെയ്തതെന്നറിയാമോ? നിങ്ങളത് മനസ്സിലാക്കുക പ്ലീസ്. ആദ്യത്തെ 1 വർഷം കേരള കോൺഗ്രസിന് കൊടുക്കുമ്പോൾ വൈസ് ചെയർമാൻ കൊടുത്തത് ലീഗിനാണ്. മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡിലും 2 രാഷ്ട്രീയ പാർട്ടിയാണ് ഉള്ളത്. ഒന്ന് കോൺഗ്രസ്, 2 മാർക്സിസ്റ്റ് പാർട്ടി. ആ 2 പാർട്ടിയെ 35 വാർഡിലും ഉള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊള്ളാതെ ചില പ്രദേശങ്ങളിൽ, ചില മേഖലകളിൽ കുറച്ച് ആളുകളുള്ളതിൻ്റെ പേരിൽ ഇതെല്ലാം നമ്മുടെ തലയിലൂടെയാണ് പോകുന്നത് എന്ന് കണക്ക് കൂട്ടുന്നത് രാഷ്ട്രീയ വങ്കത്തരമാണ്. അതിന് നിന്നു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. എന്നാൽ പിന്നെ സ്ഥാനാർത്ഥി നിർത്തി ജയിക്കാമല്ലോ അസംബ്ലിയിൽ. അല്ല, വിട്ടുവീഴ്ച ചെയ്യണ്ട. 45,000 വോട്ട് അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അടുത്ത അസംബ്ലിയിൽ അവർ മത്സരിക്കട്ടെ.
45,000 വോട്ടുള്ളവരിതിനെ വെറുതെ സഹിക്കുന്നേ? 2 വർഷക്കാലം ആദ്യം കിട്ടിയിട്ട് സമ്മതിക്കാത്ത ലീഗ് 45,000 വോട്ട് സ്വന്തം പോക്കറ്റിൽ കൈവശം ഉണ്ടെങ്കിൽ അവർ അസംബ്ലി മത്സരിച്ചിട്ട് തന്നെ തങ്ങൾ തെളിവ് കിട്ടും. അവർ MLA വോട്ട് കൊടുത്തു. 2 വർഷക്കാലം ലീഗിന് കൊടുത്തു. പിന്നെന്താ അവകാശവാദ കേരള കോൺഗ്രസിനുള്ളത്? പിന്നെന്താ അവകാശവാദ ലീഗിനുള്ളത്? ബാക്കി 2 വർഷമുള്ളൂ. ഇനി 16 മാസമുള്ളൂ. അതിൻ്റെ കുറേയൊന്നും KPCക്ക് അന്ന് നോക്കാൻ നേരമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ KPCക്കുണ്ട്. കേരള കോൺഗ്രസ്സുകാരൻ ലീഗ് കൊടുക്കുന്ന വാശിയുടെ കുറേ കണക്കാണ് KPCക്ക് തൽക്കാലം സൗകര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നില്ല. ഉണ്ടാക്കിയില്ലോ, അവർ കൂട്ടുകച്ചവടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞില്ല, അവർ ആരോടും കൂട്ടുകച്ചവടം ചെയ്യും. ആര് 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 ഒന്നുമല്ല, അവർ പ്രീ പ്ലാൻഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. BJPയുടെ വോട്ട് വാങ്ങി കരീം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. അവർക്ക് എന്തും ചെയ്യാം. അവർക്ക് കച്ചവടമാണോ ലാഭം അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ചെയർമാൻഷിപ്പ് വന്നു. ഈ മുനിസിപ്പാലിറ്റിക്കകത്തെ മുഴുവൻ ആളുകളും CPM നേതൃത്വം കൊടുക്കുന്ന LDF മുന്നണിക്കെതിരെ ഫൈറ്റ് ചെയ്ത് ജയിച്ചവരാണ്. നിങ്ങൾക്കറിയോ? നിങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ടല്ലോ പലരും. ആ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. സിയാദ് എന്ന് പറയുന്ന സെക്രട്ടറി വിളിച്ചു പോയി. നിങ്ങൾ കേട്ടില്ലേ? ആക്രോശിച്ച് അങ്ങോട്ട് കയറിയായിരുന്നു. അവിടെ കയറിയിട്ട് പറഞ്ഞു തന്നെന്ന് ഓർമ്മയുണ്ടോ? ഒരു സെക്കൻഡ്, അവർ പറഞ്ഞു തന്നെന്ന് ഓർമ്മയുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. 3 വനിതാ കൗൺസിലർമാർ കരഞ്ഞുകൊണ്ട് അവർ വോട്ട് ചെയ്തത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി. നിങ്ങൾ കണ്ടുവരില്ലേ? അത് ഉൾക്കൊള്ളാൻ അവർക്കാവില്ല. ഞാനത് ഓർക്കുന്നില്ല. എനിക്ക് ഇവരുടെ കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. അല്ല, എനിക്ക് അല്ലല്ല, അവർ ആദർശം പറഞ്ഞതുകൊണ്ടാണ് അവരുടെ കാര്യം പറഞ്ഞത്. വോട്ടൊക്കെ ജനാധിപത്യത്തിൽ ആരുടെയും കിട്ടും, വാങ്ങിക്കുന്നത് വേറെ കാര്യം. പക്ഷേ ആദർശം പറയരുത്, അതുകൊണ്ടാണ് പറഞ്ഞു. ഒരു കാര്യം കൂടി, സനീഷ് ജോൺ ഇവിടെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശ്രീ ഷിബിലി സാഹിബിന് കൂടി സീറ്റ് കൊടുത്താൽ ഈ മുനിസിപ്പാലിറ്റിയിൽ വോട്ടുന്ന ഇതായിരുന്നില്ല. അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയാണ് മസിൽ പിടിച്ചത്. അതിൻ്റെ പരിണതഫലമാണ് ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ അനുഭവിക്കുന്നത്. എന്നിട്ടും സനീഷ് ജോർജ് സ്വതന്ത്രമായി നോമിനേഷൻ കൊടുത്തു. ജയിച്ചു വന്നതിന് ശേഷം സനീഷ് ജോർജ് തയ്യാറായിരുന്നു. സനീഷ് ജോർജിനോട് സംസാരിക്കാൻ കേരള കോൺഗ്രസിന് അവരുടെ മനസ്സിന് പൊരുത്തമുണ്ടായില്ല, ലീഗിന് മനസ്സിന് പൊരുത്തമുണ്ടായില്ല. അവിടെയാണ് ദീപക് എന്ന് പറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നപ്പോൾ സനീഷ് ജോർജ് 84-ാം ബൂത്തിലെ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റായിരുന്നു. അയാളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ട് അന്നൊരു കൗൺസിൽ ഇപ്പറേ കിട്ടി. അപ്പോൾ ആ ഭരണം ദുർഭരണമെന്ന് അവർക്ക് ബോധ്യം വന്നു. അതുകൊണ്ടാണ് അവരിപ്പറേ വന്ന് ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നോക്കി. അന്നേരമാണ് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ കയറി ലീഗുകാർ കയറി മാർക്സിസ്റ്റുകാർക്ക് പിന്തുണ കൊടുത്തത്. എന്തോ ഏതുകൂടെ എന്ന് അന്നൊന്നുമില്ല. അതൊക്കെ ചുമ്മാ തോന്നല. അതൊക്കെ ക്ലാസ്സിലെ അതൊക്കെ ചുമ്മാ ഒരിടത്തുമാരുണ്ടാക്കുന്നത്. എന്തോ എന്തിനടിച്ചതാ? അത് അടുത്ത 15 മാസം കഴിയുമ്പോൾ മത്സരിക്കും ഒറ്റയ്ക്ക്. അപ്പോൾ 10ക്കാണ് പോകുന്നത്, മൊത്തം തുല്യം പോകുമെന്ന് ഞാൻ കാണിച്ചു തരാം. തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു മുസ്ലിം ലീഗിനെ. മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുന്നു. അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. അതെനിക്കറിയില്ല. സംസ്ഥാന നേതൃത്വം എന്ത് പറഞ്ഞ് എനിക്കറിയില്ല. അപ്പം നേതൃത്വം പറഞ്ഞ് നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ആണല്ലോ മുനിസിപ്പൽ ചെയർമാൻഷിപ്പ് പാലായിൽ മാണി സാറിൻ്റെ പാർട്ടിക്ക് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് PJ ജോസഫ് ചെയർമാൻഷിപ്പ് വാങ്ങിയത് അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. 2 കൗൺസിലറുള്ള അവർക്ക് ചെയർമാൻഷിപ്പ് വേണമെന്ന് പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലായിരുന്നു ജെസ്സി ജോണി. ജെസ്സിയുടെ ഹസ്ബൻഡ് ജോണി ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. ജോസഫ് ജോണും അവർ കേരള കോൺഗ്രസുള്ള അഭിപ്രായ വ്യത്യാസമാണ് ജോണി ആ പാർട്ടിയിൽ നിന്ന് മാറിയത്. അങ്ങനെയാണ് ലീഗിൻ്റെ സ്വതന്ത്രയായി ജെസ്സി ജോണിയെ ലീഗ് ഇറക്കുന്നത്, സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കുടിപ്പകയെ അവർക്കറിയാം. പിന്നെ എന്തിനാ പറഞ്ഞത് ആവശ്യമില്ലാതെ കോൺഗ്രസിൻ്റെ മുഖത്തേക്ക് ചാരുന്നത്? അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെയാണ്. അതിലെ സത്യം. അതെ അതെ, അതാ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ബസ്സിതെ 4 പേര് ചർച്ചയ്ക്ക് പോയി, 5 പേര് ചർച്ചയ്ക്ക് പോയി. 4 പേർക്ക് സീറ്റ് കിട്ടി, 4 പേരും തോറ്റു. ആ ചർച്ചയ്ക്ക് 5 പേര് പോയതിൽ സീറ്റ് കിട്ടാതിരുന്ന ആൾ പാർട്ടി വിട്ടും പോയി. ഞാൻ പറയാം അങ്ങോട്ട് പിന്നെ അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തോ സൈലൻ്റാക്ക്. അപ്പോൾ ഈ അഴിമതി ഭരണം തന്നെ വീണ്ടും LDF അധികാരത്തിൽ വരുന്നു.
അത് തന്നെ തുടരുമെന്നുള്ള നിരാശ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്, ഇവിടുത്തെ ഈ കോൺഗ്രസ്, അതായത് കോൺഗ്രസ് എല്ലാ പ്രവർത്തകർക്കും. അപ്പോ അങ്ങനെ വരുമ്പോ അവരോട് എന്താണ് DCC പ്രസിഡന്റ് പറയാനുള്ളത്? അത് ജനങ്ങളോട് പറയാം. അതെ, എന്നാന്നറിയോ, ഞാൻ പറഞ്ഞു തരാം. കൂടെ കിടക്കുന്നതിനെ രാപ്പനി അറിയൂ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ സനീഷ് പക്ക മര്യാദക്കാരനായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പൈസ ഒക്കെ അത് എന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി നേരത്തെ വർഗീസൊക്കെ വിളിച്ച് പറഞ്ഞു അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആ സനീഷ് വളരെ ശുദ്ധ മര്യാദക്കാരനാവുന്നത് ഞങ്ങളുടെ വിശ്വാസം. സനീഷ് അല്ല ചെയർമാൻ ആവുന്നത്. അതിനുള്ള മറുപടി ഇല്ല. അതൊക്കെ തടയാതിരിക്കും. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല തടയുന്നു. ഞാൻ പ്രസംഗിച്ചിട്ടില്ല. സനീഷ് തടയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുനിസിപ്പൽ ഓഫീസിൽ മുമ്പിൽ പ്രസംഗിക്കാനും വന്നിട്ടില്ല. നോ, ഞാൻ പ്രസംഗിക്കാൻ വന്നിട്ടില്ല. അത് പ്രസംഗിച്ച ആളെ നിങ്ങൾ കിട്ടുമ്പോൾ ചോദിക്കുക. വർഗീയത എങ്ങനെ വർഗീയത? കേട്ടില്ല. ആ, അങ്ങനെ തോന്നുന്നു. അങ്ങനെ എങ്ങനെ മുസ്ലിം ലീഗാ? അത് അവർക്ക് സ്വയം തോന്നുന്നതായിരിക്കും. സ്വയം തോന്നുന്നത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഇപ്പോൾ കൂടെ എനിക്ക് ഇടുക്കി ക്യാമ്പ് നടക്കുക, വേറെ ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും ഏതാണ്ട് സംശയമൊക്കെ തീർന്നില്ലേ? ഏതാ പെരുവന്താനം മണ്ഡലം പ്രസിഡന്റ് ചെറിയ പ്രശ്നമാണ്. അതിനകത്തത് KPCC റീഇൻസ്റ്റേറ്റ് ചെയ്തില്ല. ഞങ്ങൾ വെച്ച ആളിനെ മാറ്റി. അത് നേരത്തെ എല്ലാ KPCC നമ്മൾ മണ്ഡലം പ്രസിഡന്റ് വെച്ചതായിരുന്നു. അതിൻ്റെ മെസ്സേജ് എനിക്ക് പാസ് ചെയ്തില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഞാൻ അടിവാലി വെച്ച് രാജി കൊടുത്തു. രാജി പക്ഷേ പ്രസിഡന്റ് സ്വീകരിച്ചില്ല. അതാണ് രാജിയുടെ കാരണം. അല്ല, അത് രാജി അവർ സ്വീകരിച്ചിട്ടില്ല. അല്ല, പിന്നെ ഞാൻ ഇപ്പോൾ DC പ്രസിഡന്റ് പത്രസമ്മേളനം എടുത്തിട്ടില്ലോ. അല്ല, രാജി വെച്ചു, അത് സ്വീകരിച്ചില്ല. ആ സ്വീകരിക്കാത്തതുകൊണ്ടാണല്ലോ ഞാൻ DC പ്രസിഡന്റായിട്ട് പത്രസമ്മേളനം നടത്തുന്നത്. അത് മനസ്സിലാവാത്ത ഒരാളല്ലോ. വെറുതെ സംശയത്തിന് വേണ്ടി നമ്മൾ എന്താ രഞ്ജനം? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ വെള്ളം കീഴ്പോട്ട് ഒഴുകി പോവുക. ചെയർമാൻഷിപ്പ് കോൺഗ്രസ് നഷ്ടം വരുത്തി പിന്നെ അവിടെ എന്ത് കുന്നോ സംസാരിക്കാനിരിക്കുന്നേ? എന്നതാ? യാതൊരു നിർബന്ധവും ഞങ്ങൾക്കില്ലെന്നേ. അവർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ പോട്ടെ. ഉത്തര കേരളം, അതാ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഉത്തര കേരളം ചൂണ്ടിക്കാണിച്ച് തൊഴിലിലെ ജനാധിപത്യ വിശ്വാസികളെ തമ്മിലടിപ്പിക്കാമെന്നവർ വിശ്വസിക്കണ്ട. ഇത് തൊടുപുഴയാണ്. 8000 വോട്ടാണ് ഡീൻ കുര്യാക്കോസിന് ഭൂരിപക്ഷം കിട്ടിയത്. മനസ്സിലായില്ലേ? ആ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ലീഗ് മാത്രമല്ലല്ലോ. വോട്ട് ചെയ്ത വോട്ടർമാരുണ്ട്. ഒരുപാട് ജനാധിപത്യ LDFകാരുടെ വോട്ട് കിട്ടില്ലേ? അത് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നവരെ ഞങ്ങൾ പോരടിക്കുന്ന പറഞ്ഞത്. അപ്പം കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇത് കാണിച്ചു എന്ന് കരുതുന്നു. രാഷ്ട്രീയ ലാഭവും നഷ്ടവും ഞാൻ ഇത്രയും നേരം പലവട്ടം വിവരിച്ചു. അതുകൊണ്ടാണ് ദീപകിനെ സനീഷ് ജോർജിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡർ K. ദീപകിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചത്. അതുകൊണ്ടാണ് 6 വോട്ടുള്ള കോൺഗ്രസിന് 10 വോട്ട് കിട്ടിയത്. സൽഭരണം വേണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിന് പൂർത്തീകരിക്കാനാണ് മറ്റ് 4 കൗൺസിലർമാരുടെ വോട്ട് കൂടി ഇപ്പുറത്തേക്ക് കിട്ടിയത്. അപ്പോഴാണ് നിന്ന നിലയിൽ ഏതോ കേന്ദ്രത്തിന് കിട്ടിയ നിർദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞത്. വിദേശത്ത് വെച്ച് ഷുക്കൂർ ഈ കച്ചവടം ഉറപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. അല്ല പിന്നെ പാതിരാത്രിക്ക് വന്നിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. പാതിരാത്രിക്ക് വന്നിട്ട് 10:15 വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇതന്നെ രണ്ടാമത്തെ, അവർക്ക് ആദ്യത്തെ 2 വർഷം കൊടുത്തതല്ലേ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. 2 വർഷം കൊടുത്തിട്ട് അവർക്ക് അത് നേടിയെടുക്കാൻ പറ്റിയില്ല. പറ്റാത്തവർക്ക് വീണ്ടും 6 മാസക്കാലം കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ടൈമായ എന്താ കൊടുത്തിരിക്കുന്നത്? അപ്പം മനഃപൂർവ്വം ഞങ്ങളെ പ്രൊവോക്ക് ചെയ്ത് ചെയർമാൻഷിപ്പ് തരാതെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അത് തന്നെ ഉദ്ദേശിക്കുന്നത്. അതറിയില്ല എന്നാ കേൾക്കുന്നത്. അത് നിങ്ങൾ അന്വേഷിക്കും. ഓക്കെ.